നമ്മുടെ പ്രാർത്ഥന കേട്ട് തന്റെ ദാസനെ ശക്തിയേറിയ കരങ്ങൾ എടുത്ത് ഉപയോഗിച്ച് ഒരിക്കലൂടെ നമ്മളോട് കരുണ ചെയ്യുമെന്ന് ഉറപ്പുള്ള ദൈവദിനം കരമുയർത്തി കർത്താവിന് മഹത്വം കരേറ്റിക്കാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. മുന്നോട്ടുള്ള സമയം കർത്താവിന്റെ ദാസനായി മാറ്റിവെക്കുന്നു. കർത്താവ് നമ്മുടെ മധ്യത്തിൽ ഒരിക്കലൂടെ അത്ഭുതം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. Recording in progress. ബഹുമാന്യ ദേവദാസൻ പാസ്റ്റർ മാർത്തൻ കെ സാമുവൽ, കൂടെ പ്രവർത്തിക്കുന്ന സഹോദരങ്ങൾ, പ്രത്യേകിച്ച് സഹോദരൻ ജിൻസി, ദൈവദാസന്മാർ, സഹോദരി സഹോദരന്മാർ, നിങ്ങൾക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും ഈ രാത്രിയിൽ അറിയിക്കുന്നു. കഴിഞ്ഞ 5 ദിവസം, ഇന്നൂടെ കൂട്ടുമ്പോൾ 6 ദിവസം കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം നിങ്ങളുടെ മുൻപിൽ സംസാരിക്കുവാൻ എളിയവനായി എനിക്ക് കർത്താവ് ഒരുക്കിയ ഈ സാവകാശം വളരെ വിലപ്പെട്ടതായി ഞാൻ എണ്ണുന്നു. കർത്താവിന് സകല മഹത്വവും ആരാധനയും അർപ്പിക്കുന്നു. ഇവിടേക്ക് എന്നെ ക്ഷണിച്ച ബഹുമാന്യ സഹോദരങ്ങൾ, കർത്തൃദാസൻ, ദൈവസഭ, നിങ്ങൾക്ക് കർത്താവിൽ എൻ്റെ നന്ദിയെ ഞാൻ പ്രകാശിപ്പിക്കുന്നു. നമ്മൾ വായിച്ച വേദഭാഗം അപ്പോസ്തലപ്രവൃത്തി 2:42 മുതൽ 47 വരെയുള്ള വേദഭാഗമാണ്. അതിൽ ഇന്ന് മുഖ്യമായിട്ട് 47 വാക്യത്തിന്റെ 2 ഭാഗമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ താല്പര്യപ്പെടുന്നത്. ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചു വന്നത് ആത്മനിറവുള്ള ഒരു ദൈവസഭയുടെ സവിശേഷതകളാണ്. 42 വാക്യം മുതൽ നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തത് ഒന്നാമത്തെ സഭയാകുന്ന യെരുശലേം സഭയാണ്. അവരുടെ ഇടയിൽ കണ്ടുവന്ന ക്വാളിറ്റികളാണ്. അവര് നമുക്ക് ഒരു മോഡൽ ചർച്ചായി നിൽക്കുന്നു. ആ കാര്യങ്ങൾ നമ്മൾ ധ്യാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചതുപോലെ നമ്മുടെ ചർച്ച ഏതെങ്കിലും ഒരു കാര്യത്തിൽ അല്പം പുറകോട്ടാണെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്ത് മടങ്ങി വരുവാനാണ് നമ്മൾ ഈ ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. 42 വാക്യത്തിന്റെ ആദ്യ ഭാഗത്തിൽ അവർ പഠിക്കുന്ന സഭയായിരുന്നു. ആത്മനിറവുള്ള ദൈവസഭയുടെ പ്രത്യേകത, വിശ്വാസികൾ ദൈവവചനം മനസ്സിലാക്കുവാൻ, യേശുവിനെ കൂടുതൽ അറിയുവാൻ, അപ്പോസ്തോലന്മാരുടെ പഠിപ്പിക്കല് കേൾക്കുവാൻ ആവേശമുള്ളവരാണ്. അവർ അപ്പോസ്തോലന്മാരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു, ബന്ധിതരാണ്, അപ്പോസ്തോലന്മാരുടെ കീഴിൽ നിൽക്കുന്നവരാണ്. They are related to the apostles. 42 വാക്യത്തിന്റെ 2 ഭാഗത്തിൽ അവര് ഒരു സ്നേഹം നിറഞ്ഞ സഭയാണ്, ലവിങ് ചർച്ചാണ്. ഒരുമിച്ചവര് കൂട്ടായ്മ ആചരിച്ചു. അപ്പോസ്തോലന്മാരുമായി ബന്ധം പുലർത്തുന്ന പ്രിയപ്പെട്ടവർ തമ്മിൽ ബന്ധമുള്ളവരായി. ആത്മനിറവുള്ള ഒരു സഭയിൽ അവര് ആത്മീക കൂട്ടായ്മയ്ക്ക് സ്ഥാനം കൊടുത്തു. ആത്മീക കൂട്ടായ്മയുടെ ഭാഗമാണ് അവർ ഭൗതികമായിട്ടും കൂട്ടായ്മ ആചരിച്ചു. സ്നേഹിക്കുന്ന, കരുതുന്ന, പങ്കുവെക്കുന്ന ഒരു സഭ. 42 വാക്യത്തിന്റെ 3 ഭാഗത്തിൽ കർത്തൃമേശ ആചരിക്കുന്ന സഭ, ക്രിസ്തു കേന്ദ്രിതമായ സഭയായിരുന്നു. അത് നമ്മൾക്ക് ചിന്തിപ്പാൻ കർത്താവ് അവസരം ഒരുക്കി. 42ന്റെ 4 ഭാഗത്തിൽ അവർ പ്രാർത്ഥിക്കുന്ന സഭയാണ്. അപ്പൊ ക്രിസ്തു കേന്ദ്രിതമായ സഭ, പ്രാർത്ഥിക്കുന്ന സഭ എന്നൊക്കെ പറയുമ്പോൾ ദൈവവുമായി അവർ റിലേറ്റഡ് ആണ്.
അവരാരാധിക്കുന്ന സഭയാണ്. അപ്പോസ്തലന്മാരുമായി റിലേറ്റഡ് ആണ്, അവർ തമ്മിൽ റിലേറ്റഡ് ആണ്, അവർക്ക് ദൈവവുമായിട്ടുള്ള റിലേഷൻ ഉണ്ട് എന്ന് 42 മുതൽ 47 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും. വളരെ ശക്തിയുള്ള ഒരു പവർഫുൾ ചർച്ചാണ്. അത്ഭുതങ്ങൾ, അടയാളങ്ങളൊക്കെ അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയിൽ വെളിപ്പെട്ടു വന്നു. 44-45 വാക്യങ്ങളിൽ കൂട്ടായ്മയുടെ ഭാഗമായ പങ്കുവയ്ക്കൽ സജീവമായി നടക്കുന്നു. 46 വാക്യത്തിന്റെ 1-ാം ഭാഗം അവര് ഐകമത്യപ്പെട്ടുകൊണ്ട് ദൈവത്തെ ആരാധിച്ച ഒരു സഭയാണ്. 46-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് അവരൊരു ജോയ്ഫുൾ ചർച്ചാണ്, ഉല്ലാസമുള്ള സഭയാണ്. 47-ന്റെ 1-ാം ഭാഗത്തിൽ അവർ സ്തുതിക്കുന്ന സഭയാണ്. 47-ാമത്തെ വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് അവർ ലോകവുമായിട്ട് അവർ റിലേറ്റഡ് ആണ് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. അതിന്റെ അർത്ഥം അവിശ്വാസികളോട് സുവിശേഷം പറയാൻ ഇറങ്ങിയ സഭയാണ്. ആ നിലയിൽ അവര് വർദ്ധിച്ചു വരുന്ന, പെരുകുന്ന ഗ്രോയിങ് ചർച്ചായിരുന്നു. ആ നിലയിലാണ് ലോകത്തോട് അവർക്ക് റിലേഷൻ ഉണ്ടെന്ന് പറയുന്നത്. അല്ലാതെ ലൗകികമായ കാര്യങ്ങളോട് എന്നുള്ള അർത്ഥത്തിലല്ല എന്ന് ഞാൻ എടുത്തു പറയും. എങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധിക്കും. അപ്പൊ ഇന്ന് നമ്മൾ അതാണ് ചിന്തിക്കുന്നത്. 47-ാം വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗം. അവര് നിരന്തരമായ സുവിശേഷീകരണത്തിൽ ഏർപ്പെട്ട സഭയാണ്. അത് ആത്മനിറവുള്ള ഒരു ദൈവസഭയുടെ പ്രത്യേകതയാണ്. പരിശുദ്ധാത്മാവാം ദൈവം മിഷണറി സ്പിരിറ്റാണ്. അപ്പൊ ആത്മനിറവുള്ള സഭ മിഷണറി സഭയായിരിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിയും. കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ 42 മുതൽ 47-ന്റെ 1-ാം ഭാഗം വരെയുള്ള സവിശേഷതകൾ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ലൂക്കോസ് എന്ന എഴുത്തുകാരൻ പറയുന്ന അവർ ഈ കാര്യങ്ങളിലെല്ലാം ഉറ്റിരിക്കുകയായിരുന്നു. എന്നാലും ഇതെല്ലാം അവരുടെ ആന്തരിക ജീവിതത്തിന്റെ ഭാഗത്തിന്റെ വിവരണങ്ങളാണ്. അവരുടെ ഇന്റേണൽ കാര്യങ്ങളാണ് ലൂക്ക് വെളിപ്പെടുത്തുന്നത്. സഭയിൽ എന്തൊക്കെ നടന്നു എന്നുള്ള കാര്യമാണ്. അവർ ലോകത്തിൽ എങ്ങനെയാണ് ശുശ്രൂഷിച്ചത്, സുവിശേഷീകരണം എങ്ങനെയാണ് എന്നുള്ള കാര്യം 42 മുതൽ 47-ന്റെ 1-ാം ഭാഗം വരെ കാണുന്നില്ല. 42-ാം വാക്യം സംബന്ധിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു. ഞാൻ നിങ്ങളോട് 47 വരെയുള്ള വാക്യങ്ങൾ പറയാതെ 42 മാത്രമായിരുന്നു പറയുന്നതെങ്കിൽ ആ കോണ്ടെക്സ്റ്റ് വാസ്തവത്തിൽ അവിടെ നിന്ന് ആ സഭയെക്കുറിച്ച് അപൂർണമായ ഒരു ചിത്രമാണ് നമുക്കുണ്ടാകുന്നത്. ആന്തരികമായി ബലപ്പെട്ട ആത്മനിറവും നടത്തിപ്പുമുള്ള സഭയാണെന്നുള്ളതിൽ സംശയമില്ല. അപ്പോൾ തന്നെ ആത്മാവ് അവരെ ശുശ്രൂഷകൾക്ക് അവരെ ശക്തിപ്പെടുത്തി. ആ നിലയിലാണ് ആ ദൈവസഭ ദിനംതോറും വളരുവാൻ തുടങ്ങിയത്. അപ്പൊ അകത്ത് മാത്രമല്ല പുറത്തു പോകുന്ന ഒരു സഭയുടെ ആയിരുന്നു എന്നത് ഈ 47-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്തിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് മനസ്സിലായില്ലെങ്കിൽ ഒരു ഇംബാലൻസ് പോലെ തോന്നും. ചർച്ചിന്റെ ഇന്നർ ആക്ടിവിറ്റീസ് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ ധരിക്കും. അങ്ങനെയല്ല. ഇന്റേണലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹെൽത്തി ചർച്ച് അവര് വെളിയിലേക്ക് പോകുന്ന ചർച്ചാണ്. ആത്മാവ് അങ്ങനെ നടത്തുന്നതായിട്ടാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പം ആത്മാവ് നടത്തുന്ന സഭയിൽ പുതിയ വിശ്വാസികൾ
ആളുകൾ പുതിയതായിട്ട് രക്ഷിക്കപ്പെട്ട് സഭയോട് ചേരും. അപ്പൊ യെരുശലേം സഭ പഠനം, പങ്കുവയ്ക്കൽ, ആരാധന, സ്തുതിപ്പുല്ലാസം അതിൽ മാത്രം കേന്ദ്രീകരിച്ചു, സാക്ഷീകരിക്കുന്നില്ല, അതിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ഈ ആന്തരികമായിട്ടുള്ള സ്വഭാവ സവിശേഷതകളുള്ള ഈ സഭ അവര് ആത്മനിറവിൽ വിറ്റ്നസ് ചെയ്ത സഭയുടെയാണ് എന്നതാണ് 47-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പ്രാവശ്യം കൂടെ ആവർത്തിച്ചാൽ, പരിശുദ്ധാത്മാവ് മിഷണറി സ്പിരിറ്റ് ആണ്. അതുകൊണ്ട് ദൈവസഭയെ മിഷൻ ഓറിയന്റഡ് സഭകളായിട്ടാണ് പരിശുദ്ധാത്മാവ് തീർക്കുന്നത്. ചർച്ച് മിഷണറി ചർച്ചാണ്. ഈ വാക്യത്തിൽ നിന്ന് 2-3-4 കാര്യമാണ് ഇനി നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ താല്പര്യപ്പെടുന്നത്. കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഒന്നാമത്തെ കാര്യം, കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. കർത്താവാ ചേർക്കുന്നു. അത് നമ്മുടെ അകത്ത് ശരിക്കും ഹിറ്റ് ചെയ്യണം. കർത്താവിൻ്റെ സോവർണിറ്റി, സർവാധിപത്യം നമ്മൾ മനസ്സിലാക്കണം. ആളുകൾ രക്ഷിക്കപ്പെടാൻ കാരണം കർത്താവാണ്. നമ്മൾ പറയുന്നു എന്നുള്ളതൊക്കെ സത്യമാണ്. നമ്മുടെ ആ പങ്ക് ആവശ്യവുമാണ്. പക്ഷേ ജനഹൃദയങ്ങളെ തിരിക്കുന്നത് നമ്മളല്ല, കർത്താവാണ്. ഇത് ദൈവസഭകൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം. ഇവാഞ്ചലിസം ഈസ് എ ഡിവൈൻ വർക്ക്. നമ്മുടെ ട്രിക്കും ടെക്നിക്കും മെത്തഡോളജികളും ആധുനിക സംവിധാനങ്ങളും ഒന്നുമല്ല. ട്രിക്കും ടെക്നിക്കും ആവശ്യമില്ല. ആധുനിക സംവിധാനങ്ങൾ ഉള്ളത് നല്ലതാണ്. അത് എത്ര ഉപയോഗിക്കാമോ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ തന്നെ ഈ സൂമിന്റെ പ്ലാറ്റ്ഫോം ഉണ്ടായത് കൊണ്ടല്ലേ നമ്മൾ ഒരുമിച്ച് 2 ദേശങ്ങളിൽ ഇരുന്ന് ഒരുമിച്ച് ദൈവവചനം ധ്യാനിക്കുന്നത്. പക്ഷേ കൺവേർഷൻ നടക്കണമെങ്കിൽ കർത്താവാണ് അത് ചെയ്യുന്നത്. ആത്മാക്കളുടെ ഉടയവനാണ് ആളുകളുടെ ഹൃദയത്തെ തിരിക്കുന്നത്. ഇത് ദൈവസഭകൾ മനസ്സിലാക്കിയിരിക്കണം. അല്ലാതെ നമ്മള് പെട്ടെന്ന് ആളുകളെ രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെടുത്തിയും സുവിശേഷീകരണം എന്തോ ഉപരിപ്ലവ തലത്തിൽ ആളുകളെ ഇളക്കി മറിച്ച് ഒരു വൈകാരികമായ ഒരു കമ്മിറ്റ്മെന്റിലേക്കൊക്കെ കൊണ്ടുവന്നാൽ സഭാ രജിസ്ട്രി പേര് കാണും, പക്ഷേ അവർ ക്രിസ്തുവിന്റെ സഭയുടെ ഭാഗമല്ല. അത് നമ്മൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കണം. കർത്താവാണല്ലോ സഭയുടെ നാഥൻ. കർത്താവല്ലേ സഭയുടെ ശിരസ്. ആ നിലയിൽ കർത്താവാണ് ദൈവസഭയെ വളർത്തുന്നത്. ആളുകളെ രക്ഷപ്പെടുത്തി കർത്താവിന്റെ സഭയിലെ അംഗങ്ങളാക്കി തീർക്കുന്നത് കർത്താവ് തന്നെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സുവിശേഷീകരണത്തിൽ നമ്മുടെ പങ്കിനെ കുറിച്ച് ചിന്തിച്ച് ചിലരൊക്കെ അങ്ങ് ഓവർ കോൺഫിഡന്റ് ആകും. അറിവില്ലായ്മയിലൊക്കെ പറയും നമ്മുടെ ഒരു വേല എവിടെ ഇല്ല, എന്നാ ഒരു വേല തുടങ്ങിയേക്കാം. വേലകളാ പലതും. ദൈവത്തിന്റെ ആത്മാവ് ആളുകളെ കൺവിക്റ്റ് ചെയ്യാതെ ആർക്കെന്തോ ചെയ്യാൻ കഴിയും? ഈ കാര്യം ദൈവസഭ മനസ്സിലാക്കണം. നമ്മൾ അതിനാണ് പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുടെ മറുപടിയായിട്ട് ദൈവമല്ലേ പ്രവർത്തിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ പങ്കിനെ ഞാൻ അവഗണിച്ച് പറയുകയല്ല. എന്നാൽ കർത്താവാണ് സഭയിലേക്ക് രക്ഷിക്കപ്പെട്ടവരെ ചേർക്കുന്നത് എന്നത് വളരെ കൃത്യമായി മനസ്സിലാക്കണം. ചില വാക്യങ്ങൾ ഞാൻ വായിക്കാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഐഹിക ജീവിതത്തിലെ ഏറ്റവും അവസാന ദിവസം, അവസാന രാത്രിയിൽ കർത്താവ് ധാരാളം പാഠങ്ങൾ ശിഷ്യന്മാരെ പഠിപ്പിച്ചു.
പ്രത്യേകിച്ച് യൂദ ആ സംഘം വിട്ടുപോയ ശേഷമാണ് കർത്താവ് ആഴമുള്ള ടീച്ചിങ്സ് അവരെ പഠിപ്പിക്കുന്നത്. യോഹന്നാൻ 16 വരുമ്പോൾ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ സുവിശേഷീകരണത്തിൽ പരിശുദ്ധാത്മാവിന്റെ പങ്കിനെ കുറിച്ച് കർത്താവോട് പരാമർശിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന്, ശ്രദ്ധിച്ചു കേൾക്കണം, ഹോളി സ്പിരിറ്റ് ആണ് വർക്ക് ചെയ്യുന്നത്. ഹോളി സ്പിരിറ്റ് വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കായക കൊണ്ട് പാപത്തെക്കുറിച്ചും. അപ്പോൾ അതെങ്ങനെയാണ്? ദൈവത്തിന്റെ ദാസീദാസന്മാർ ദൈവവചനം പറയുമ്പോൾ ഹോളി സ്പിരിറ്റ് ആണ് പ്രവർത്തിച്ച് കൺവിക്ഷൻ അകത്ത് കൊണ്ടുവരുന്നത്. ഞാനൊരു പാപിയാണെന്നുള്ള ബോധ്യം എനിക്കുണ്ടാകുന്നത്. ഇതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് നമ്മൾ ഈ 47 വാക്യത്തിന്റെ കോണ്ടെക്സ്റ്റ്. 2 അധ്യായത്തിന്റെ 37 വാക്യത്തിൽ ഹൃദയത്തിൽ കുത്തുകൊണ്ടെന്ന് എഴുതിയിരിക്കുന്നത്. എന്നാ, കുത്തിപ്രസംഗിച്ചതാണോ? കുത്തിപ്രസംഗിച്ചതല്ല. 14 വാക്യം മുതൽ യേശുക്രിസ്തുവിനെ, നസ്രയനായ യേശുവിനെ പീറ്റർ പ്രസന്റ് ചെയ്യാണ് പാരമ്പര്യ യഹൂദന്മാരോട്. അവര് കുറെ നാളുകൾക്ക് മുമ്പ് കർത്താവിനെ ക്രൂശിച്ചവരാണ്. പക്ഷെ അവർ ഈ സന്ദേശം കേൾക്കുമ്പോൾ അവരുടെ ഉള്ളത്തിൽ പാപബോധം ഉണ്ടാകുകയാണ്. They were cut to the heart എന്ന് എഴുതിയിരിക്കുന്നത്. That is the work of the Holy Spirit. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന പരിശുദ്ധാത്മാവ്. ഇറ്റ് ഈസ് ദ വർക്ക് ഓഫ് ദ സ്പിരിറ്റ്. നമുക്കത് ചെയ്യാൻ കഴിയത്തില്ല. വിശ്വസ്തയോടെ ദൈവകൃപയിൽ ആശ്രയിച്ച് ആത്മാവിന്റെ നടത്തിപ്പിൽ ദൈവവചനം പറയാൻ കഴിയും. കൺവിക്ഷൻ കൊണ്ടുവരുന്നത് ഇറ്റ് ഈസ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. മറ്റൊരു വാക്യം, റോമർ 8:30. വളരെ സംക്ഷിപ്തമായി സുവിശേഷീകരണം ദൈവത്തിന്റെ പങ്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. God works. It is God all the way. God is sovereign. കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദൈവസഭയോട് ചേർക്കുന്നു. കർത്താവാണ് ഇത് സകലതും ചെയ്യുന്നത്. നമ്മൾ കേവലം ഉപകരണങ്ങൾ മാത്രമാണ്. കർത്താവ് വളരെ വ്യക്തമാക്കുന്ന ഒരു വാക്യം, യോഹന്നാന്റെ സുവിശേഷം 6 അധ്യായം 44 വാക്യം, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽക്കും. ആരെങ്കിലും രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. The Father attracts the people to Christ. നമ്മള് ഈ ചിലരുടെയൊക്കെ സാക്ഷ്യം കേട്ടിട്ടുണ്ട്, ഞാനൊരു സത്യാന്വേഷിയായി ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഓടി നടന്നെന്നൊക്കെ പറഞ്ഞു. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് us. ഗോഡ്സ് വർക്കാണ് സോവറിനായിട്ട് നമ്മളിൽ നടക്കുന്നത്. അപ്പോൾ ഈ വാക്യാംശത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനംപ്രതി സഭയോട് ചേർത്ത്. The Lord Jesus does that miracle. കർത്താവ് വിളിച്ചവർ സുവിശേഷം പറയുന്നു. അക്കാര്യത്തിൽ നമ്മളെ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. പ്രത്യേക വരദാനങ്ങൾ ചിലർക്ക് കൊടുത്തിരിക്കുന്നു. ഇതെല്ലാം വിശ്വസ്തയോട് ചെയ്യുമ്പോൾ ഈ നിയോഗിച്ച വരദാനം തന്ന നടത്തുന്ന കർത്താവാണ് സകലതും ചെയ്യുന്നത് എന്നുള്ള കാര്യം നാം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിന് നല്ലൊരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം.
അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ നിങ്ങൾക്കെല്ലാം അറിയാം, യൂറോപ്പിലെ ആദ്യത്തെ കൺവേർട്ട് ലുദിയ എങ്ങനെയാണ് കൺവേർട്ട് ആയത്? പുഴവക്കത്ത് കുറെ സഹോദരിമാരിയ്ക്കുന്നു. പോൾ അവിടെ ചെന്ന് ദൈവവചനം പറയുന്നു. അവിടെ എഴുതിയിരിക്കുകയാണ്, God opened the heart of Lydia. If God doesn't open, nobody is going to be converted. Okay? ഒരു ശ്രേഷ്ഠ അപ്പോസ്തലനാണ് പൗലോസ്. അദ്ദേഹം നടത്തിപ്പിലാണ് പോകുന്നത്. അദ്ദേഹം ചെന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ഈ സഹോദരി രക്ഷിക്കപ്പെടാൻ കാരണം എന്താണ്? God opened her heart. ദൈവത്തിന്റെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഇടപെടലാണ് ഇന്നും നടക്കുന്നത്. നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ആ ദൈവസഭയിലെ രക്ഷിക്കപ്പെട്ട ആളുകൾ മുഴുവനും അവിടെ ഇരിക്കാൻ കാരണം ഒരു സൂപ്പർ നാച്ചുറൽ വർക്ക് അവരുടെ മേൽ ദൈവം കൊടുത്തു. ഇൻഫാക്ട് നിങ്ങൾ ഓരോരുത്തരെ നോക്കുമ്പോൾ അവരെല്ലാം മിറക്കിൾസ് ആണ്. ദൈവം അത്ഭുതകരമായി വിടുവിച്ച ആളുകളാണ്. God worked a miracle. സ്തോത്രം. അതാണ് ഒന്നാമത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. രണ്ടാമത് നിങ്ങളൊന്ന് നോട്ട് ചെയ്തേ, കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനംതോറും സഭയോട് ചേർത്തു. രക്ഷിക്കപ്പെട്ടവൻ ഒറ്റയാൻ പോരാട്ടമല്ല. രക്ഷിക്കപ്പെട്ടവനെ കർത്താവ് സഭയോട് ചേർക്കുക. രക്ഷിക്കപ്പെടാത്തവരല്ല സഭയുടെ ഭാഗം, രക്ഷിക്കപ്പെട്ടവരാണ് സഭയുടെ ഭാഗം. അങ്ങനെ ഒരു വർക്ക് ആണ് ഇത്. സഭയോട് ചേർക്കുന്നത് രക്ഷിക്കപ്പെട്ടവരെയാ, രക്ഷിക്കപ്പെടാത്തവരെ അല്ല. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. രജിസ്റ്ററിൽ പേരുള്ളവരെല്ലാം രക്ഷിക്കപ്പെട്ടവരല്ല. അത് നമുക്കൊരു ഓർഗനൈസേഷനിൽ ചേരാം, ഏത് ഡിനോമിനേഷനിൽ നമുക്ക് ചേരാം. ഒരു ആപ്ലിക്കേഷൻ കൊടുത്താൽ മതി, അവർ ചേർക്കും. പക്ഷേ that doesn't mean that you are part of the Church of Jesus Christ, the body of Christ. അപ്പൊ വളരെ കൃത്യമാണ്. ചർച്ചിൽ നോമിനൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞ് രക്ഷിക്കപ്പെട്ട് പറഞ്ഞത് ഞാൻ നല്ല അനുഭവം, ഓക്കെ, അങ്ങനൊന്നും പരിപാടിയൊന്നുമില്ല. രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് ചേർക്കുന്നു. നാണയത്തിന്റെ മറുവശം, രക്ഷിക്കപ്പെട്ടവരെ ചേർക്കുന്നു സഭയോട്, രക്ഷിക്കപ്പെടാത്തവരെ അല്ല ചേർക്കുന്നത്. അപ്പം സഭയോട് ചേർക്കുന്നത് നോട്ട് വിത്തൗട്ട് സേവിങ്. അതുപോലെ രക്ഷിക്കപ്പെട്ടയാളാണോ, സഭ വേണ്ട എന്നൊരു ചിന്ത പലർക്കും ഉണ്ട്, അല്ലേ? എനിക്ക് ഈ സഭ എന്നൊന്നും പറയുന്ന വലിയ ഇഷ്ടവും, എല്ലാം പ്രശ്നക്കാരാണ്, എല്ലാം വഴക്കാണ്, അതൊക്കെ ആയിരിക്കും. പൊരുന്തലും അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ചിലർ ചിന്തിക്കുക, ഞാൻ വീട്ടിൽ ഇരുന്ന് ആരാധിക്കും, ഐ എം എ സോളിറ്ററി ക്രിസ്ത്യൻ. നമ്മുടെ ആത്മീയ അങ്ങനെ, ഞാൻ വീട്ടിൽ ഇരുന്ന് ആരാധിച്ചോളാം. ആ പാറ്റേൺ ബിബ്ലിക്കലേ അല്ല. ലോകത്തിലെ ഒരു ചർച്ചും പെർഫെക്റ്റ് അല്ല പ്രിയരെ. അങ്ങനെ ഏതെങ്കിലും ഒരു ചർച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചില ആളുകൾ അങ്ങനെ ഒരു ചർച്ച് മാറി അപ്പുറത്തെ ചർച്ച് ചാടും, പിന്നെ ഇപ്പുറത്തെ ചർച്ച് ചാടും. അതിന് പെർഫെക്റ്റ് ചർച്ച് അന്വേഷിക്കുക. അങ്ങനെ ഒരു സംഭവമില്ല. അതെന്താണ്? മനുഷ്യരാണ്. രക്ഷിക്കപ്പെട്ട ആളുകൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഫൈനൽ ഡെസ്റ്റിനേഷൻ നമ്മൾ എത്തിയിട്ടില്ല. ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ക്രിസ്തുവിനെ പോലെയാകുക എന്നുള്ളതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. എല്ലാവരിലും പോരായ്മകളുണ്ട്. സ്തോത്രം. അതുകൊണ്ട് പെർഫെക്റ്റ് ചർച്ചില്ല, ആ ചർച്ച് കണ്ടിട്ട് ഞാൻ അംഗത്വം എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അത് സ്ക്രിപ്ചറൽ അല്ല. സാൽവേഷനും ചർച്ച് മെമ്പർഷിപ്പും കൂടെ ഒരുമിച്ചാണ് പോകുന്നത്. കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനംതോറും സഭയോട് ചേർത്തു. രക്ഷിക്കപ്പെട്ടു ചർച്ച്, ഇറ്റ് ഗോസ് ടുഗെദർ.
ഇതെല്ലാവരും മനസ്സിലാക്കണം. Why are you in the church? The Lord added me. The Lord added me. ചില ആളുകൾ സഭ വേണ്ട, സഭയിലൊന്നും അതിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. നമുക്കിപ്പോ സൂമിലൂടെ എല്ലായിടത്തും, എന്റെ പ്രിയരെ, എത്ര സൂമിലൂടെ പറഞ്ഞാലും ആ സൈറ്റിലുള്ള കൂട്ടായ്മ പോലെ അനുഗ്രഹവും ബലവും ഊഷ്മളതയും സൂമി കിട്ടത്തില്ല. പിന്നെ സന്ദർഭം ഇങ്ങനെ ആയിപ്പോയി. വാട്ട് ഈസ് ദ സെക്കൻഡ് ബെസ്റ്റ്? സെക്കൻഡ് ബെസ്റ്റ് ഒരു പക്ഷെങ്കിൽ സൂമും ഒക്കെയാണ്. കാരണം ഒന്നും ആരെയും കാണാതിരിക്കുന്നതിൽ നല്ലത്, വചനം ആരിൽ നിന്നും കേൾക്കാതിരിക്കുന്നതിൽ നല്ലത് ഇങ്ങനെയുള്ള മീഡിയത്തിലൂടെ നമ്മൾ കേൾക്കുക. എന്നാൽ ഇസ് ദിസ് ദ ബെസ്റ്റ്? അതെന്താ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, ചിലർക്ക് ഇങ്ങനെ മീഡിയയിലൂടെ കുറെ സഭയിലൊക്കെ വരണം കേട്ടോ, ഓ എന്തിനാ, ഫേസ്ബുക്കിൽ ഞാൻ കാണുന്നുണ്ടല്ലോ, ഇന്നലെ ഞാൻ മറ്റിടത്തെ കേട്ടു, ഇവിടുത്തെ കേട്ടു, അവിടുത്തെ കേട്ടു. അങ്ങനെ വേൾഡ് വൈഡ് മിനിസ്ട്രി ഉള്ള പുള്ളികളും എല്ലായിടത്തും ഇങ്ങനെ കേട്ടു. നമുക്കൊരു ചർച്ച് ആവശ്യമാണ്, ചർച്ച് മെമ്പർഷിപ്പ് ആവശ്യമാണ്, ദൈവസഭയിൽ അധ്യക്ഷൻ ആവശ്യമാണ്. ഇതെല്ലാം ബൈബിളിന്റെ ക്രമമാണ്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് അതിന്റെ പുറകെ പോകരുത്. കുറെ നാൾ മുമ്പ് ഞാൻ ഒരുത്തനെ കണ്ടു, പുള്ളിയുടെ ഉപദേശം സഭ വേണ്ട. അത് ബൈബിളല്ല. ആത്മനിറവുണ്ടെന്ന് അവകാശപ്പെടുന്ന ആളുകളാണ് ഇവർ. എന്താണ് ലൂക്കോസ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി സഭയോട് ചേർത്തു. സാൽവേഷൻ ആൻഡ് ചർച്ച് ഗോസ് ടുഗദർ. അതുപോലെ ചർച്ചിനെ കുറിച്ച് കർത്താവല്ലേ പുതിയ നിയമത്തിൽ ആദ്യമായിട്ട് പറയുന്നത്? ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം, മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ച് ചേർന്നു വന്നു. അല്ലാതെ ഇത് ഒറ്റയാൻ പരിപാടിയല്ല. ഞാനും കർത്താവുമായിട്ട് തീർത്തോളാം. ഹു ആർ യു ടു ആസ്ക്? നോ ബ്രദർ, നോ. അതൊന്നുമല്ല ബിബ്ലിക്കൽ പാറ്റേൺ. പോകുന്ന ചർച്ച് പെർഫെക്റ്റ് അല്ല, ഇംപെർഫെക്റ്റ് പീപ്പിളുമായിട്ടാണ് നമ്മളെ ഇട്ടിരിക്കുന്നത്. അതിനാണ് കർത്താവ് അത് സഹിക്കാന്, പൊറുക്കാന്, സ്നേഹിപ്പാന് ഉള്ള ദൈവകൃപയും തരുന്നത്. എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ജീസസ് ഹി വാസ് ദ പെർഫെക്റ്റ് വൺ. സമ്മതിക്കുന്നുണ്ടല്ലോ? അവിടുത്തെ ഐഹിക ജീവിതത്തിൽ അവിടുത്തെ ഒരു പാപവും. ആ പെർഫെക്റ്റ് ജീസസ് 12 ഇംപെർഫെക്റ്റ് ആളുകളുടെ കൂടെയാണ് നടന്നത് 3.5 വർഷം. പ്രൈസ് ദി ലോർഡ്. അത് നമ്മൾ മനസ്സിലാക്കുക. അല്ലാതെ സഭ ചാടിപ്പോകുന്നത് ഇതിനൊന്നും ഉള്ള ഒരു പരിഹാരമായിട്ട് ആരും ചിന്തിക്കും. എന്ന് വന്നാലും പ്രശ്നമാണ്. ആ പ്രശ്നത്തിലാണ് നമ്മളൊരു സൊല്യൂഷനായി മാറേണ്ടത്. ആ ചർച്ചിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഇത് കർത്താവിന്റെ സഭയാണെന്ന് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അതിനായി നമ്മൾക്ക് എല്ലാവർക്കും കൃപ തരട്ടെ. 3-ാമത്തെ കാര്യം, ഒന്നാമത് ഞാൻ പറഞ്ഞു ഇതൊരു ഡിവൈൻ വർക്കാണ്. 2-ാമത് ഈ വർക്ക്, ഈ സാൽവേഷനും ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക. 3 ഡിവൈൻ വർക്കാണ്. അപ്പോൾ തന്നെ ഇത് ഡെലിഗേറ്റഡ് വർക്ക് കൂടെയാണ്. കർത്താവ് എല്ലാവരെയും രക്ഷപ്പെടുത്തുന്നത് ത്രൂ ഹിസ് ബോഡി. അല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ ഇരിക്കുന്ന ഇരിപ്പില് എങ്ങനെ ഒരു ശബ്ദം കേട്ടു, പെട്ടെന്ന് നമ്മളങ്ങ് എഴുന്നേൽക്കുക, നമ്മളങ്ങ് രക്ഷിക്കപ്പെട്ടു, നമ്മളങ്ങ് ശാനപ്പെടുന്നു. അങ്ങനെയല്ല. ആരോ കർത്തൃദാസീദാസന്മാർ നമ്മളുമായി സുവിശേഷം പങ്കുവെച്ചപ്പോൾ പാപബോധമുണ്ടായി വചനത്തിന് നാം നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവിന്റെ ആ സൂപ്പർ നാച്ചുറൽ വർക്കിന് വിധേയപ്പെട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. രക്ഷിതാവായി സ്വീകരിച്ചവർ സ്നാനപ്പെടണമെന്നുള്ള കർത്താവിന്റെ കൽപ്പന പ്രകാരം ഒരഭിഷക്തൻ പിതാവിന്റെയും പുത്രന്റെയും
പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നമ്മളെ സ്നാനപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു ഡെലിഗേറ്റഡ് വർക്ക് കൂടെയാണ്. ഡിവൈൻ വർക്കാണ്, പക്ഷെ ഡെലിഗേറ്റഡ് വർക്കാണ്. ഇവാഞ്ചലിസം പറയാൻ സഭയെ കർത്താവ് ഡെലിഗേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ അപ്പോസ്തല പ്രവൃത്തിയുടെ താക്കോൽ വാക്യം എന്താണ്? അപ്പോസ്തല പ്രവൃത്തി 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. ഹോളി സ്പിരിറ്റ് വർക്കിംഗ് ത്രൂ ദ ന്യൂ ടെസ്റ്റമെന്റ് ചർച്ച് ടു കൺവേർട്ട് ദ വേൾഡ്. കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനംപ്രതി സഭയോട് ചേർത്തു എന്ന് പറയുമ്പോൾ ആ കോണ്ടെക്സ്റ്റിനകത്ത് 41-ാം വാക്യം, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റ് അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. പ്രസംഗം കേട്ടു, അവർ രക്ഷിക്കപ്പെട്ടു, അവർ സ്നാനപ്പെട്ടു, ആത്മാവിനെ സ്വീകരിച്ചു. എന്നിട്ടാണ് 47-ൽ പറയുന്നത്, കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനംപ്രതി സഭയോട് ചേർത്തു. കർത്താവാണ് രക്ഷിക്കുന്നത് ത്രൂ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ആ കാര്യത്തിൽ ഒരല്പം നമുക്ക് അവിടെ നിന്ന് ഒരല്പം എംഫസിസ് കൊടുക്കാൻ താല്പര്യപ്പെടുകയാണ്. ഈ കോണ്ടെക്സ്റ്റിൽ നിങ്ങൾ നോക്ക, 14-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ പത്രോസ് അവരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് ഉറക്കെ പ്രസംഗിക്കുകയാണ്. 14 മുതൽ 36 വരെ. 37-ാം വാക്യത്തിലാണ് ആത്മാവ് അവരെ കൺവിക്റ്റ് ചെയ്ത് ഇവർ ചോദിക്കുന്ന, സഹോദരന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? അതിന് മറുപടിയായിട്ടാണ് 38-ാം വാക്യത്തിൽ പീറ്റർ എങ്ങനെയാണ് അവർ രക്ഷപ്പെടേണ്ടത് എന്നതിനെ കുറിച്ച് പറയുന്നത്. അവർക്ക് മാനസാന്തരം ഉണ്ടാകണം, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഉണ്ടാകണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നു. അതിനുശേഷം അവർ സ്നാനപ്പെടണം, അല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാണ്. അപ്പൊ അവിടുത്തെ ക്ലിയർ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, പരിശുദ്ധാത്മ നിറവുള്ള ശിഷ്യന്മാർ അവർ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കുറിച്ച് പ്രാഗൽഭ്യത്തോടെ സാക്ഷീകരിച്ചു. പരിശുദ്ധാത്മാവ് ആ സാക്ഷീകരണത്തെ ഉപയോഗിച്ച് ദൈവരാജ്യത്തിലേക്ക് 3000-ഓളം ആളുകളെ സ്വീപ്പ് ചെയ്ത് അകത്തേക്ക് പ്രവേശിപ്പിക്കുകയാണ്. ഡിവൈൻ വർക്കാണോ? യെസ്. അപ്പോൾ തന്നെ ഡെലിഗേറ്റഡ് വർക്കാണ്. ഈ സംഘത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, നമ്മൾ ഈ കഴിഞ്ഞ ദിവസമെല്ലാം യെരൂശലേം സഭയെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ശരിക്കും ഇഫക്റ്റീവായി സുവിശേഷീകരിച്ചു എന്നുള്ളതാണ് ആ സമൂഹത്തെ കുറിച്ചുള്ള അൾട്ടിമേറ്റ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് യെരൂശലേമിനെ അവർ സ്വാധീനിച്ചത്? സുവിശേഷീകരണത്തിലൂടെയാണ്. അവര് പറഞ്ഞ വചനത്തെ അത്ഭുതങ്ങളും അടയാളങ്ങളാലും കർത്താവ് ഉറപ്പിച്ചു. അങ്ങനെ ദേശത്തെ അവർ സ്വാധീനിച്ചു. ഇതൊക്കെ ചിന്തിക്കുമ്പോൾ നാം നമ്മളെക്കുറിച്ച് ചിന്തിക്കണം. സഭ എന്ന നിലയിൽ, സമൂഹം എന്ന നിലയിൽ നാം പാർക്കുന്ന ദേശത്ത് എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ കഴിഞ്ഞു? നമ്മുടെ ഓഫീസിൽ, സ്കൂളിൽ, കോളേജിൽ എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ്? ഇത് പഠിക്കുമ്പോൾ അതാണ് നമ്മുടെ ഉള്ളത്തിലേക്ക് വരേണ്ടത്. ഒരു ഹെൽത്തി ചർച്ചാണെങ്കിൽ, ആത്മനിറവുള്ള ചർച്ചാണെങ്കിൽ, ഇറ്റ് ഈസ് എ ഗ്രോയിങ് ചർച്ച്. സോൾസ് വിൽ ബി ആഡഡ്. പ്രത്യേകിച്ച് അവർക്കുണ്ടായ അനുഭവം ഡെയിലി അഡീഷൻസ്. മാസത്തിൽ ഒന്നുണ്ടോ? 6 മാസത്തിൽ, ഒരു വർഷത്തിൽ? just see how many people were added. നമ്മുടെ ദാരിദ്ര്യം ആ സമയത്ത് നമുക്ക് മനസ്സിലാകും. ഈ വാക്യങ്ങളിൽ നിന്നും നമുക്ക് ഒളിച്ചോടാൻ കഴിയുകയില്ല. ഇത് യാഥാർത്ഥ്യമാണ്. ഇത് തിരുവെഴുത്തിന്റെ ഭാഗമാണ്. അപ്പോസ്തല പ്രവൃത്തി 4:33. സകലവും അവർക്ക് പൊതുവായിരുന്നു. അപ്പോസ്തോലന്മാർ
മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. യെരുശലേം സഭയിൽ പവർഫുൾ ടെസ്റ്റിമണി ആൻഡ് ദേ ഹാഡ് ദ ഗ്രേസ് ഓഫ് ഗോഡ്. അങ്ങനെയാണ് ആളുകൾ കൺവേർട്ട് ആയത്. 5:42 പിന്നെ അവർ ദിനം പ്രതി ദേവാലയത്തിലും വീടുതോറും വിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അവരുടെ സ്ട്രാറ്റജി കണ്ടോ? ദേവാലയത്തിൽ ഒത്തിരി ഏക്കർ ഭൂമിയുള്ളടോ, ധാരാളം പാരമ്പര്യ യഹൂദൻ വരും. അവിടെ അവർ പ്രാർത്ഥിക്കാനും വന്നു, വിറ്റ്നസ് ചെയ്യാനും വന്നു. അവിടെ മാത്രമല്ല, വീടാന്തോറും. സ്തോത്രം. ആത്മനിറവുള്ള സഭയുടെ കാര്യങ്ങളാണ്. ഇനി അടുത്തൊരു വാക്യം ഞാൻ കാണിക്കാം. ഈ സഭയ്ക്കെതിരെ ശക്തമായ പീഡനം ഉണ്ടായി. ഭയങ്കര പീഡനം എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. 8-ാം അധ്യായം 4-ാം വാക്യം. ചിതറിപ്പോയവർ വചനം സുവിശേഷീകരിച്ചും കൊണ്ട് അവിടെ സഞ്ചരിച്ചു. ഇതാണ് ബൈബിൾ ബേസ് ആയിട്ടുള്ള ട്രെയിനിങ് കിട്ടിയാലുള്ള ഗുണം. പ്രതികൂല സാഹചര്യങ്ങളിൽ വചനം പ്രഘോഷിച്ചു. വീടും വിട്ട് നാടും വിട്ട് ഓടുക. കാരണം അടിയ അതുപോലത്തെ പ്രശ്നമാണ്. ഇവര് പോകുന്നിടത്ത് സുവിശേഷീകരിക്കുക. അങ്ങനെ സഭകൾ പ്ലാൻ ചെയ്തെന്നാണ് തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. ചർച്ചസ് വർ പ്ലാന്റഡ് ഇൻ പെർസിക്യൂഷൻ. ഞാൻ നിങ്ങളോട് സ്നേഹത്തിലൊരു കാര്യം പറയാം. പാൻഡമിക്, ഇത് പെർസിക്യൂഷൻ അല്ല, ഇത് പാൻഡമിക് ആണ്. പെർസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ നടന്നത് ഓരോ വീട്ടിലും കയറി അടി കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ വ്യത്യസ്ത ഒരു സാഹചര്യമാണെങ്കിലും നമ്മുടെ സാഹചര്യം പാൻഡമിക്കിൻ്റെതാണ്. പാൻഡമിക്കിൽ സഭ വളരുമെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ചിന്തിക്കണം. സഭ വളരുമെന്ന് മാത്രമല്ല, സഭകൾ പുതിയതായി പ്ലാൻ ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് വിശ്വാസം വേണ്ടവണ്ണം വരുന്നില്ല. ഇന്ന് ലോകത്തിൽ ചില ചർച്ചുകൾ എന്ന് ഞാൻ പറഞ്ഞ ചില ചർച്ചകൾ എന്ന് വെച്ചാൽ ചുമ്മാതെ ഈ ഇളക്കപ്പെരുപ്പ പരിപാടിയല്ല. ദൈവവചനം കൃത്യമായി പറയുന്ന സഭകളിൽ 100 കണക്കിന് വിശ്വാസികൾ വന്ന സഭയെക്കുറിച്ച് ഞാൻ കേട്ടു. ഈ പ്രത്യേക സാഹചര്യത്തിൽ പാൻഡമിക്കിലാണ് ഞാൻ പറയുന്നത്. നമ്മൾ കണ്ടത് ഇതിന്റെ വേറൊരു വശമാണ്. ബ്രദറെ, നമുക്ക് പാൻഡമിക്കാ, വലിയ പ്രശ്നം ബ്രദർ, ചത്തുവും ബ്രദറെ, ഒന്നും പോലെ ബ്രദർ, എങ്ങും പോലെ. അവര് കണ്ടത് ആ സഭാ അധ്യക്ഷന്മാര് ഈ പാൻഡമിക്കിൽ വചനം പടർത്തി 100 കണക്കിന് വിശ്വാസികൾ കയറിയ ചർച്ച എനിക്കറിയാം. കേരളത്തിലല്ല. അപ്പൊ നിങ്ങൾ ഓർക്ക് എവിടെയെങ്കിലും ചുമ്മാ ഈ ഇളക്കപ്പരിപ്പുള്ളത്? അങ്ങനെയേ അല്ല. ഇളക്കപ്പരിപ്പത്തെ വെട്ടുന്ന പുള്ളിയ. It is possible still by the power of the Holy Spirit. ചർച്ച് പ്ലാന്റിങ് നടക്കുമെന്ന് ഒരിക്കൽ വളരെ ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ ഹൃദ്യമായ എൻ്റെ ഹൃദയത്തിലേക്ക് ബോധ്യം വന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. പാൻഡമിക്കിൽ പ്ലാന്റിങ് ചർച്ചസ്. ഇവര് ജീവനെ ഭയന്ന് ഓടുകയാണ്. ഓടുന്ന ആളുകൾ വചനം ശുശ്രൂഷിച്ചു. അങ്ങനെയാണ് 11-ാം അധ്യായത്തിലേക്ക് അപ്പോസ്തലപ്രവൃത്തി 11-ന്റെ നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ 17, 18-ാം വാക്യം മുതൽ പഠിച്ചാൽ ആന്റിയോക്ക് ചർച്ച് പ്ലാന്റ് ആയത് അങ്ങനെയാണ്. കർത്താവിന്റെ കൈ അവരോടുകൂടെ ഇരുന്നു. അവർ പറഞ്ഞ വചനത്തെ കർത്താവ് ഉറപ്പിച്ചു. പലരും യേശുവിൽ വിശ്വസിച്ചു. സഭ ഫോം ആയപ്പോൾ യെരുശലേം സഭ അറിഞ്ഞിട്ട് ബർന്നബാസ് എന്ന് പറയുന്ന ആത്മപൂർണനെ ആന്റിയോക്കിലേക്ക് അയച്ചു. ബർന്നബാസിനെ എന്നപ്പോൾ അവിടെ ഒരു കുറവ് കണ്ടു. ഇവരെ ഇനിയും ദൈവവചനം പഠിപ്പിക്കണം. അതിന് ബർന്നബാസ് ചെയ്തത് അവിടം വിട്ട് തർസോസിൽ പോയി തർസോസുകാരനായ സൗളിനെ കൂടെ കൊണ്ടുവന്ന് 1 വർഷം മുഴുവനും സഭായോഗങ്ങളിൽ ദൈവവചനം അവർ പഠിപ്പിച്ചു. അവിടെ വെച്ചാണ് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായത്. സ്തോത്രം. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഡെലിഗേറ്റഡ് ആണ്. ഇവാഞ്ചലിസം ത്രൂ ദ ചർച്ചാണ് നടക്കുന്നത്.
അതിൽ പ്രധാനമായി രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സ്പീക്കിംഗ് ദ ഗോസ്പൽ. യെരുശലേം സഭ, അവരെ വേണേ നിങ്ങൾ ഫസ്റ്റ് പെന്തക്കോസ്റ്റ് ചർച്ച് ഓഫ് ജെറുസലേം എന്ന് വിളിച്ചു. നമ്മൾ പറയത്തില്ലേ, ഫസ്റ്റ് പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ബഹ്റൈൻ അല്ലേ? ഇത് ഫസ്റ്റ് പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ജെറുസലേം ആൻഡ് ദ ഹോൾ വേൾഡ്. ഇവര് സുവിശേഷീകരിച്ചു, സുവിശേഷം പറഞ്ഞു. സഭയായി, സഭയ്ക്ക് അങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടായി. കാരണം എന്താ? ദേ ആർ സ്പിരിറ്റ് ഫിൽഡ്. സ്പിരിറ്റ് അവരെ ആ നിലയിലാണ് നയിച്ചത്. ഇതാണ് ദൈവം, ഇതാണ് കർത്താവ്, ഇതാണ് സഭയുടെ ഉടമസ്ഥനും കർത്താവായ നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇന്നത്തെ ഈ മോഡേൺ ചർച്ചിൽ ആവശ്യപ്പെടുന്നത്. ബട്ട് എന്റെ കമന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. കർത്താവിന്റെ ആവശ്യം ഇതാണെന്ന് പറഞ്ഞപ്പോ എല്ലാവരും തല കുലുക്കും. യെസ്, വി അണ്ടർസ്റ്റാൻഡ്. പക്ഷേ ഈ മോഡേൺ ചർച്ചിന്റെ ട്രാജഡി, സുവിശേഷം മനുഷ്യർക്ക് മനസ്സിലാകുന്നത് പോലെ പ്രസന്റ് ചെയ്യാൻ എത്ര പേർക്കറിയാം? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എത്ര പേർക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുത്ഥാനത്തിന്റെ ക്രൂശു മരണത്തിന്റെ സാധ്യത ഒരവിശ്വാസിക്ക് മനസ്സിലാകുന്ന നിലയിൽ പറയാനറിയാം? ദിസ് ഇസ് എ ട്രാജഡി. ദിസ് ഇസ് എ ട്രാജഡി. ഇത് പറയാൻ അറിയത്തില്ലേലും 666 തെളിയിക്കാൻ ചിലപ്പോൾ നമുക്കറിയായിരിക്കും. ദാറ്റ് ഈസ് എ ട്രാജഡി. ആദ്യ നൂറ്റാണ്ടിലെ സഭയിൽ ആത്മപ്രവൃത്തി ഉണ്ടായി. ആത്മാവ് അവരെ സുവിശേഷീകരണത്തിന് നടത്തി. അവർ സുവിശേഷീകരിച്ചു, യെരുശലേമിനെ ഇമ്പാക്ട് ചെയ്തു. ഡിവൈൻ വർക്കാണ്. പക്ഷേ ഡെലിഗേറ്റഡ് ആളുകൾ അതിനു വേണ്ടി വിധേയപ്പെട്ടു. അവരുടെ വായ അതിന് കൊടുത്തു, അവരുടെ സമയത്തെ കൊടുത്തു. ഇത് കർത്താവ് ഇന്നത്തെ ചർച്ചിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അവർ ഏത് നിലകളിലൊക്കെയാണ് സുവിശേഷം ചെയ്തത്? ഒന്ന്, മാസ് ഇവാഞ്ചലിസം. കർത്താവായ യേശുക്രിസ്തു അത് ചെയ്തു, പത്രോസും പൗലോസും ചെയ്തു. ഇൻഫാക്ട് നമ്മുടെ ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റ് ആ കോണ്ടെക്സ്റ്റ് ആണ്, മാസ് ഇവാഞ്ചലിസം. ആളുകളെല്ലാം കൂടെ ഓടിക്കൂടിയപ്പോൾ അവരോട് കർത്താവിനെ കുറിച്ച് പറഞ്ഞു. 3000 പേരല്ലേ ഒറ്റയടിക്ക്. മാസ് ഇവാഞ്ചലിസം. പക്ഷെ മാസ് ഇവാഞ്ചലിസം മാത്രമല്ലായിരുന്നു അവരുടെ സ്ട്രാറ്റജി. പേഴ്സണൽ ഇവാഞ്ചലിസം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന വേദഭാഗം, ശമരിയിലൂടെ കർത്താവ് ചെന്നു. എന്തിന്? പാപിനിയായ ഒരു സ്ത്രീയെ സുവിശേഷീകരിക്കാൻ. ഫിലിപ്പോസ് എന്ന ആത്മനിറവുള്ള ശുശ്രൂഷകൻ ഒരു ഷണ്ണനെ സുവിശേഷീകരിക്കാൻ അല്ലെ? അപ്പൊ മാസ് ഇവാഞ്ചലിസം മാത്രമല്ല. അപ്പൊ നമ്മൾ പറയുന്നത് ബഹ്റിനിൽ അതെങ്ങനെ നോക്കുന്നു? ഞങ്ങൾക്ക് അതെല്ലാം മനസ്സിലായി. പക്ഷേ ബഹ്റിനിൽ നടക്കത്തില്ല. പേഴ്സണൽ ഇവാഞ്ചലിസം നടക്കൂ. ഈ പേഴ്സണൽ ഇവാഞ്ചലിസം തന്നെ എത്രയും നിലയിലൊക്കെ നമുക്ക് ചെയ്യാം. എഴുത്തുകളിലൂടെ സാക്ഷ്യം പറഞ്ഞ് ഒന്ന് വാട്സാപ്പിലൊക്കെ സെൻഡ് ചെയ്യുന്നതിലൂടെ. എത്രയോ ഗ്രൂപ്പുകളിൽ നമ്മൾ അഡ്മിൻ ആയിട്ടുള്ളവരുണ്ട്, മെമ്പേഴ്സ് ആയിട്ടുള്ളവരുണ്ട്. യു ക്യാൻ ഈസിലി പാസ് ഓൺ ദ മെസ്സേജ്. പാർട്ട് ഓഫ് പേഴ്സണൽ ഇവാഞ്ചലിസം. മൂന്നാമത്, ഈ ലോക്കൽ ചർച്ച് ഇവാഞ്ചലിസം. ദൈനംദിന അവരുടെ ആത്മീക ജീവിതത്തിൽ നിന്ന് ഒഴുകി വരികയാണ് സുവിശേഷം. ദ ഹോൾ ചർച്ച് ലൈഫിൽ നിന്ന്. കേവലം വർഷിപ്പിംഗ് കമ്മ്യൂണിറ്റി മാത്രമല്ല, വിറ്റ്നസിംഗ് കമ്മ്യൂണിറ്റിയുടെയാണ്. നമുക്കെല്ലാം കൂടെ ഒന്ന് ആരാധിച്ച് ബലപ്പെട്ടു പോവാം. നല്ലതാണ്, അങ്ങനെ ചെയ്യണം. വർഷിപ്പിംഗ് കമ്മ്യൂണിറ്റി മാത്രമല്ല, നാണയത്തിന്റെ മറുവശം വിറ്റ്നസിംഗ് കമ്മ്യൂണിറ്റിയുടെ. ഞാൻ അടുത്ത ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. ഗോസ്പല് പ്രീച്ച് ചെയ്തത് മാത്രമല്ല, പ്രീച്ച് ചെയ്തവർ ഗോസ്പലിനെ ലിവ് ചെയ്തു. സുവിശേഷം പ്രസംഗിച്ചവർ സുവിശേഷം ജീവിച്ചു. ഇതാണ് 42 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ടത്. ജീസസ് ആളുകളെ സുവിശേഷീകരിക്കുമ്പോൾ ജീസസ് ജീവിക്കൂടെ ചെയ്തു. നിങ്ങൾക്കാർക്ക് എന്നെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്താൻ ഒരെണ്ണം വാ തുറന്നില്ല.
ക്രൈസ്തലോ. അപ്പോൾ അവരുടെ ഇടയിലെ ആ ആത്മനിറവിലൂടെയുള്ള ഐക്യത, ഉത്സാഹം, ഹൃദയ പരമാർത്ഥത, അതുപോലെ അവര് പങ്കുവയ്ക്കുന്നു. ഓരോ ദിവസവും ആളുകള് രക്ഷയിലേക്ക് കടന്നു വരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ട്, അവരുടെ ആ സ്വഭാവ വിശേഷം കണ്ട് കർത്താവ് യോഹന്നാൻ 8:35 പറഞ്ഞതുപോലെ ശിഷ്യന്മാരുടെ ക്വാളിറ്റി കണ്ട് ഇവർ യേശുവിന്റെ ആളുകളാണ്, ശിഷ്യന്മാരാണെന്ന് ആളുകൾ തിരിച്ചറിഞ്ഞു. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് പ്രീച്ചിങ് ആൻഡ് ടീച്ചിങ്. ഇമ്പോർട്ടൻറ്റ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അവരുടെ ഗോസ്പൽ ലിവിങ് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കുറച്ച് കാര്യങ്ങളുടെ ഞാൻ വേഗത്തിലങ്ങ് പറയാം. ഈ നമ്മൾ വായിച്ച വാക്യം, കർത്താവ് ദിനം പ്രതി രക്ഷിക്കപ്പെട്ടവരെ സഭയോട് ചേർത്തു. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. ഒന്ന്, ഇറ്റ്സ് എ ഡിവൈൻ വർക്ക്. 2, രക്ഷിക്കപ്പെട്ടവർക്ക് സഭ വേണം. അതിന്റെ ആവശ്യമുണ്ടോ പാസ്റ്ററെ? അവിടെയാണ് ടീച്ചിങ് കിട്ടുന്നത്, ശിഷ്യരെ ഉളവാക്കുന്നത്. അല്ലാതെ പ്രാർത്ഥിച്ച് കാറ് മേടിക്കുന്ന പരിപാടിയല്ല ഇത്. യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപമാകാനുള്ള അപ്പോസ്റ്റോലിക് ടീച്ചിങ് കർത്താവ് നിയോഗിച്ച അഭിഷക്തരിലൂടെ നമുക്ക് കിട്ടിയിരിക്കണം. ചർച്ച ടീച്ചിങ് ചർച്ചായിരിക്കണം. വരേണ്ടത് ലേൺ ചെയ്യാനാണ്. അപ്പോ സാൽവേഷനും ചർച്ച് മെമ്പർഷിപ്പും ഒരുമിച്ചാ പോകുന്നത്. മൂന്നാമത് നമ്മൾ കണ്ടത് ഡിവൈൻ വർക്കാണ്, ബട്ട് ഇറ്റ് ഈസ് ഓൾസോ എ ഡെലിഗേറ്റഡ് വർക്ക്. അപ്പൊ ആരാണ് ഡെലിഗേറ്റഡ്? ദ ഹോൾ ചർച്ച് ഇസ് ഡെലിഗേറ്റഡ്. സ്തോത്രം. രക്ഷിക്കപ്പെട്ടോ, സഭയുടെ ഭാഗമാണോ, യു ആർ കോൾഡ് ടു വിറ്റ്നസ് ഫോർ ക്രൈസ്റ്റ്. ചില ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, പ്രത്യേകമായിട്ട് നമ്മൾ ശമ്പളമോ എല്ലാം കൊടുത്തിരിക്കുന്ന 1 or 2 പേർക്കാണ് അവരുടെ ഡ്യൂട്ടിയാണിതെന്ന്. അങ്ങനെയല്ല, അങ്ങനെയല്ല. എല്ലാവരും സുവിശേഷം പറഞ്ഞു. അതാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആന്റിയോക്ക് ചർച്ചിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പോസ്തലപ്രവൃത്തി 19, 20 ഒക്കെ അധ്യായങ്ങളിൽ എഫെസോസ് സഭയെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ അപ്പോസ്തലപ്രവൃത്തിയിലെ ആദ്യത്തെ 8 അധ്യായങ്ങൾ യെരുശലേം സഭയെ കുറിച്ചുള്ള കാര്യങ്ങൾ. സ്തോത്രം. 11-ാം അധ്യായത്തിൽ ഞാൻ പറഞ്ഞു ആന്റിയോക്ക് ചർച്ചിനെ കുറിച്ചാണ്. പിന്നീട് എഫെസോസ് ചർച്ചിനെ കുറിച്ച് 19, 20 അധ്യായങ്ങളിലും. എങ്ങനെയാണ് അവിടെ സുവിശേഷ വേല നടന്നത്? ഞാന് ഈ അപ്പോസ്തലപ്രവൃത്തി വായിക്കുമ്പോൾ ഒരു വലിയ കാര്യം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, എപ്പോഴും ആത്മാവിവരെ നടത്തി. അതിന്റെ ഉത്തമ ഉദാഹരണം കൂടെ ഞാനിപ്പോ പറയാൻ പോകുന്നത്. 2-ാം മിഷണറി യാത്രയുടെ അവസാന ഘട്ടത്തിൽ എഫെസോസിൽ പൗലോസ് വന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗം സിനഗോഗിലേത് അവർക്ക് ഇഷ്ടപ്പെട്ടു. അവരാവശ്യപ്പെട്ടു അദ്ദേഹം അവിടെ നിൽക്കാൻ. ഒരു വാക്ക് പറഞ്ഞു, ദൈവഹിതമെങ്കിൽ ഞാൻ തിരിച്ചു വരാം. അപ്പൊ ഇപ്പൊ നിൽക്കുന്നത് ദൈവഹിതമല്ല. നമ്മള് ചിലപ്പോൾ ഒരു സാഹചര്യത്തില് എല്ലാവരും അനുകൂലമാ, എല്ലാവരും ഒന്ന് ഇളകിയൊക്കെ നിൽക്കുകയാണ്. നമ്മൾ ദൈവഹിതമാണ്. ദൈവഹിതമാകണമെന്നില്ല. അപ്പോസ്തലന്മാർ അത്ര ട്യൂൺഡാണ്. കർത്താവിന്റെ മിനിസ്ട്രിയിലും ഞാനൊരു കാര്യം പറയാം. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 35 മുതലുള്ള വാക്യത്തിൽ അതിരാവിലെ കർത്താവ് പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലത്ത് നിർജ്ജന പ്രദേശത്ത് പോയിരിക്കുക. തലേ ദിവസം ഭയങ്കര വീര്യപ്രവൃത്തികൾ നടന്നു. കർത്താവ് വേറിട്ട് പോയിരിക്കുക. പത്രോസും കൂട്ടരും അവിടെ ചെന്ന് പറയാ, ഗുരു, ആളുകളെല്ലാം വിളിക്കുന്നു. ഉടനെ കർത്താവ് പറയുന്നത് എന്താണെന്നറിയോ? നമുക്ക് അടുത്ത ഊരുകളിലേക്ക് പോവാം. അതെന്താണ്? അതാണ് ലീഡിങ്. സാഹചര്യം അനുകൂലമായതുകൊണ്ട് അവിടെ നിൽക്കണമെന്നൊന്നുമില്ല, പ്രതികൂലമായതുകൊണ്ട് ഇട്ടേച്ച് പോകണമെന്നുമില്ല. സ്തോത്രം. അപ്പൊ അതാ ലീഡിങ്. ഇതുപോലെ എഫെസോസിൽ ഈ 2-ാം മിഷണറി യാത്രയിൽ താൻ അവിടെ ചെന്നു, പക്ഷേ അദ്ദേഹം അവിടുന്ന് പോയി. 3-ാം മിഷണറി യാത്രയിൽ പോൾ അവിടെ വന്നു. സിനഗോഗിൽ ആദ്യം പ്രസംഗിച്ചു. വലിയ പ്രശ്നമുണ്ടായി.
വിശ്വസിച്ചവരെ താൻ വേറിട്ടൊരു ഹോളിൽ കൊണ്ടുവന്നു. തുറനോസിന്റെ പാഠശാല 2 വർഷം ദൈവവചനം പഠിപ്പിച്ചു. അങ്ങനെ ആസ്യ മുഴുവനും ദൈവവചനം പടർന്നു. ബൈബിൾ ക്ലാസ് എന്ന് പറയുന്നത് സുവിശേഷീകരണത്തിന് പറ്റിയതാണ്. എളിയവനായ എന്നെ കർത്താവ് ഈ ദേശത്തേക്ക് അയച്ചപ്പോൾ ഞാൻ തുടങ്ങിയത് ബൈബിൾ സ്റ്റഡിയില്ല. സംഗതി ഞാൻ ഉള്ളത് നിങ്ങളോട് പറയാം. സഭ തുടങ്ങാൻ പോയതുമല്ല, ബൈബിൾ സ്റ്റഡി നടത്താനും പോയതല്ല, ഒന്നിനും പോയതല്ല. കർത്താവ് അങ്ങ് ആക്കി. പക്ഷെ അതിന്റെ തുടക്കം സ്റ്റഡിയില്ല. ആളുകൾ വന്ന് ദൈവവചനം കേൾക്കുക, കേൾക്കുന്നവർ രക്ഷിക്കപ്പെടുക. അങ്ങനെ എഫെസോസിൽ വലിയ മൂവ്മെന്റ് ഉണ്ടായി. ആദ്യം ഒരു 12 ശിഷ്യന്മാർ, അവരോട് സുവിശേഷം പറഞ്ഞ് അവരുടെ മേൽ കൈവച്ചു, ആത്മാവ് വന്നു. പിന്നെ തുറനോസിന്റെ പാഠശാലയിൽ 2 വർഷം. അത് കഴിഞ്ഞ് അവിടെ പിന്നെയും പ്രശ്നമുണ്ടായി. അങ്ങനെ അവിടെ നിന്ന് 3 വർഷം സുവിശേഷീകരിച്ച് കഴിഞ്ഞ് പോകുന്ന സമയത്ത് 20-ാം അധ്യായത്തിൽ അവിടെയുള്ള സെക്കൻഡ് ലൈൻ ലീഡർഷിപ്പ് മൂപ്പന്മാരെ വിളിച്ച് അദ്ദേഹം ഒരു വലിയ പാസ്റ്റേഴ്സ് കോൺഫറൻസ് എടുത്തു. അവിടെ അക്കമിട്ട് അദ്ദേഹം പറയുകയാണ്, പ്രയോജനമുള്ളതൊന്നും ഞാൻ മറച്ചു വെച്ചില്ല. ഞാൻ നിങ്ങളുടെ ഇടയിൽ നടന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ലയോ? കണ്ടോ, സുവിശേഷം പറയുന്നവനും നടപ്പും തമ്മിൽ ഇന്ന് പലപ്പോഴും ദൈവസഭ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാത്തത് എന്താണ്? കാരണം അവര് നോക്കുമ്പോൾ ഈ സുവിശേഷം പറയുന്ന ആളിൽ അല്ലെങ്കിൽ അവർ റെപ്രസെന്റ് ചെയ്യുന്ന ചർച്ചിൽ സുവിശേഷത്തിന്റെ പവർ എക്സ്പ്ലോഡ് ചെയ്തിട്ടില്ല. ഭയങ്കര കാര്യങ്ങളാണ്. റെഫറൻസ് കോട്ട് ചെയ്യുന്നു, അത് പറയുന്നു, ഇത് പറയുന്നു, അത് പറയുന്നു, ഇതെല്ലാം ശരിയാ. പക്ഷെ ഷോ അസ് എ പേഴ്സൺ, ഷോ അസ് എ ചർച്ച് എന്ന് പറഞ്ഞാൽ ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. there are only very few people. ഞാന് കൺക്ലൂഷനിലേക്ക് വരികയാണ്. എന്താ നമ്മൾ ചിന്തിച്ചത്? കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി സഭയോട് ചേർത്ത് 3-ാം അധ്യായം മുതൽ 28-ാം അധ്യായം വരെ ഈ ഡിവൈൻ ആൻഡ് ഡെലിഗേറ്റഡ് ആ ഒരു ചേർന്നുള്ള മിനിസ്ട്രിയാണ്. ഹോളി സ്പിരിറ്റ് വർക്കിംഗ് ത്രൂ ദി അപ്പോസ്റ്റൽസ്. ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യാണ്, സ്റ്റഡി ദി ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ്. എങ്ങനെയാണ് നമ്മൾ സുവിശേഷീകരിക്കുന്നത്? അതുകൊണ്ട് ബഹ്റിനില് നമ്മളെ അറബി ദേശമല്ലേ, അവിടെ എങ്ങനെയാ? നിങ്ങളെ അവിടെ ദൈവമാണ് അയച്ചതെങ്കിൽ, കർത്താവ് നിങ്ങളെ വേലയ്ക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അവിടെ സ്വാധീനിക്കാനുള്ള വഴിയും വാതിലും കർത്താവ് തുറക്കും. നമ്മൾ ഇതിന്റെ നെഗറ്റീവ് വശമാണ് നോക്കുന്നത്. ഒക്കത്തില്ലടാ, അയ്യോ അവിടെ ഒന്നും ചെയ്യരുത്, പേടിപ്പിച്ചു, എന്തേലും ഒരു വീര്യമുള്ളവനെ കൂടെ കെടുത്തിക്കളി അല്ലേ? കർത്താവാണോ ദേശത്ത് അയച്ചത്? അത് ഭയങ്കര ഇതാ, എല്ലാം ഭയങ്കര സാഹചര്യം. അയ്യോ ഉറക്കാപ്പുറത്തൊരു വിസ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വീമ്പള്. എന്തിനാ അയച്ചത്? കുറെ ഡിനാർ മാത്രം ഉണ്ടാക്കാനാണോ? അതല്ല. ഒരു രക്ഷിക്കപ്പെട്ടയാളിന്റെയും പ്രൈമറി കോളിംഗ് അതല്ല. എവ്രി വൺ ഓഫ് യു ഈസ് ആൻ ഇവാഞ്ചലിസ്റ്റ്. ഉപജീവനത്തിലുള്ളത് കർത്താവ് പ്രൊവൈഡ് ചെയ്യുക. ശമ്പളം മേടിച്ചോണ്ട് ആ ഡിവൈൻ പ്രൊജക്റ്റിന് സബ്മിസീവായിട്ട് നിന്നാൽ, ഡിവൈൻ ആൻഡ് ഡെലിഗേറ്റഡ് ചേർന്ന് പ്രവർത്തിച്ചാൽ, യുവർ ചർച്ച് വിൽ ഗ്രോ. ഹെൽത്തി ചർച്ച്, സ്പിരിറ്റ് ഫിൽ ചർച്ച് അംഗങ്ങളിൽ വളരും. ക്വാളിറ്റിയിൽ വളരണം, അത് നമുക്കറിയാം. പക്ഷേ ക്വാളിറ്റി ഉണ്ട്, ക്വാണ്ടിറ്റി വേണ്ടെന്ന് പറയരുത്. ക്വാളിറ്റി സാക്രിഫൈസ് ചെയ്ത ക്വാണ്ടിറ്റി വേണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു. ക്വാളിറ്റി ഉള്ള ക്വാണ്ടിറ്റി നമുക്ക് ആവശ്യമാണ്. അതല്ലേ ബൈബിൾ സാക്ഷീകരിക്കുന്നു. കർത്താവ് അതിനായി നിങ്ങളെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമയം അനുവദിച്ചു തന്ന ബഹുമാന്യ ദൈവദാസന് അവരോടുള്ള നന്ദിയെ പ്രകാശിപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.